നമസ്കാരം. ഹരിവരാസനം പാടുന്ന സമയം മുഴുവൻ ശബരിമല അയ്യപ്പന് മുന്നിൽ നിൽക്കാൻ നടൻ ദിലീപിന് എങ്ങനെ അനുമതി കിട്ടിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. ലക്ഷക്കണക്കിന് ഭക്തർ വ്രതാനുഷ്ഠാനങ്ങളോടെ ദർശന പുണ്യം നേടാൻ മലകയറി മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും തീർത്ഥാടന കാലത്തുള്ളത്. ഇങ്ങനെ വരി നിന്ന ആയിരക്കണക്കിന് ഭക്തർ കാത്തുകെട്ടി നിൽക്കുന്നതിനിടെയാണ് സിനിമാ താരത്തിനു വേണ്ടി ശ്രീകോവിലിന് മുന്നിൽ പോലീസ് സുരക്ഷയൊരുക്കി കാവൽ നിന്നത്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ നടൻ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. CCTV ദൃശ്യങ്ങളടക്കം സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദിലീപിന്റെ സന്ദർശനത്തിൽ അന്വേഷണം തുടങ്ങി. ദിലീപിന് VIP പരിഗണന കിട്ടിയോ എന്ന് ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കുന്നുണ്ട്. 2-3 മണിക്കൂർ ക്യൂ നിന്ന് ദർശനം നടത്താൻ കഴിയാതെ ഭക്തർ മടങ്ങിപ്പോകുന്നത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. നടന് VIP പരിഗണന കൊടുത്ത് മറ്റ് ഭക്തർക്ക് ദർശനം തടസ്സപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. ദിലീപിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണം. മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടാണ് VIP ദർശനം നടത്തിയത് എന്നും പറഞ്ഞ ഹൈക്കോടതി ദേവസ്വം ബോർഡ് അടക്കം ബന്ധപ്പെട്ട കക്ഷികളുടെ മറുപടി സത്യവാങ്മൂലം കിട്ടിയ ശേഷം എന്തു വേണമെന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് സന്നിധാനത്ത് വന്നതെന്ന കോടതിയുടെ ചോദ്യത്തിന് ജീവനക്കാരോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ മറുപടി. ഇത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ അല്ലേ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു. ദിലീപും സംഘവും എത്ര നേരമാണ് നിരന്നു നിന്നത്? മറ്റുള്ളവരുടെ ദർശനമല്ലേ ഈ സമയത്ത് മുടങ്ങിയത്? കാത്തുനിന്ന ഭക്തരുടെ കൂട്ടത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നുവെന്നും കോടതി പറഞ്ഞു. ഹരിവരാസനം പാടുന്ന സമയം മുഴുവൻ അവിടെ നിൽക്കാൻ ദിലീപിന് എങ്ങനെ അനുമതി കിട്ടിയെന്ന് കോടതി ചോദിച്ചു. കുട്ടികൾ അടക്കമുള്ളവർക്ക് ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്നില്ലേ? ദിലീപിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എങ്ങനെ കിട്ടി? ജില്ലാ ജഡ്ജിമാർ അടക്കമുള്ളവരെ അവിടെ ഈ സമയം കണ്ടല്ലോ എന്നും കോടതി ചോദിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാളെ തന്നെ കോടതിക്ക് കൈമാറുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കും. നിലവിൽ സന്നിധാനത്ത് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ബോർഡിന്റെയും പോലീസിന്റെയും നിർദ്ദേശം. സോപാനത്തേതുൾപ്പെടെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാതെ വെർച്വൽ ക്യൂവിന് വേണ്ടി വാദിച്ച ദേവസ്വം ബോർഡ് അധികൃതരാണ് ഇത്തരത്തിൽ ദർശന പാതയിൽ സ്തംഭനമുണ്ടാക്കുന്ന തരത്തിൽ സംഘമായി വന്ന ദിലീപിനും കൂട്ടർക്കും വഴിവിട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് കോടതി നേരിട്ട് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്.